ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കടൽപ്പൊടിയിൽ പാല് ചേർത്ത മിശ്രിതം ഇതിലേക്ക് ഒഴിക്കാം. ഒരു തരി പോലും ഇല്ലാതെ കടൽപ്പൊടി നല്ല രീതിയിൽ അലിച്ചു ചേർന്ന ഒരു മിശ്രിതമാണിത്. ഇനി നമ്മൾ തുടർച്ചയായി ഇളക്കേണ്ടതുണ്ട്. ഇങ്ങനെ തുടരെ ഇളക്കുകയും ആവശ്യമെങ്കിൽ നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഈ സമയത്ത് തീ വളരെ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതുവരെ ഇത് ഇളക്കണം. നമുക്ക് മനസ്സിലാകും ഇളക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നൊരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകും ഇളക്കുന്ന സമയത്ത് പാത്രത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകുന്നൊരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് മധുരം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് അലിഞ്ഞ് ഇതിലേക്ക് ചേരണം. അതുവരെ നമുക്ക് തുടർച്ചയായി വീണ്ടും ഇളക്കാം. നല്ലപോലെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യമായ നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ഫ്ലേവറിന് ചെറിയ രീതിയിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം. പാത്രത്തിൽ നിന്ന് മുഴുവനായി വിട്ടുപോരുന്ന ഒരു ലെവലിലെത്തിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ചൂടാറാൻ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. മുകളിൽ കുറച്ച് നട്ട്സ് ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ ചൂടാറി കഴിഞ്ഞാൽ മുറിച്ച് കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.